ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM ബന്ധമുള്ള 2 CA-മാരെ സംഘത്തിൽ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണ്. നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുമാണ്. SIT-യെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സുനിൽ ഐസക് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ ഐസക്, ഒരു ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ആരോപണത്തിന്റെ വസ്തുത? അജി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കോടതി നിർദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കണമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നൊരാവശ്യം SIT ഹൈക്കോടതിക്ക് മുമ്പിൽ വെച്ചിരുന്നു. ഇത് കോടതി അംഗീകരിക്കുകയും ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥരുടെ പേര് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് 2 CI-മാരുടെ പേര് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ 2 പേരുകൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2 CI-മാരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കുകയായിരുന്നു. ഈ CI-മാർക്കെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM-മായി വളരെ അടുത്ത് ബന്ധമുള്ള 2 ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൽ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടന്നത്. അത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ ക്രൈംബ്രാഞ്ചിലെ ഒരു ഉന്നതനും ഒപ്പം 2 IPS ഉദ്യോഗസ്ഥരുമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതായത് ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ കൃത്യമായി സർക്കാരിന് ചോർത്തിക്കൊടുക്കുകയും അതുവഴി അന്വേഷണം വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ 2 ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കേസ് അട്ടിമറിക്കാൻ CPM-ന്റെ ചില നേതാക്കളും പോലീസിലെ ഒരു വിഭാഗവും ശ്രമിക്കുന്നുണ്ടെന്ന ആക്ഷേപം, ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങനെ ഒരു ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഈ 2 CI-മാർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തേക്ക് എത്തുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഹൈക്കോടതി അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. CPM-ന് വേണ്ടി SIT ചില 2 IPS-ന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഈ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാനും വിവരങ്ങൾ ചോർത്താനുമുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 CI-മാർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ CPM-ന്റെ ഫ്രാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 CI-മാരാണ്. അവരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ സുലൈസക്ക, ഈ അടൂർ പ്രകാശ് MP അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് SIT. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം എന്താണ്? ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ഈ ആരോപണം അല്പസമയം മുമ്പ് വാർത്താക്കുറിപ്പായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് മാധ്യമങ്ങൾ നേരിട്ട് കാണുകയല്ല ചെയ്തത്, മറിച്ച് വാർത്താക്കുറിപ്പായിട്ടാണ് ഇത്തരമൊരു പ്രതികരണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.